ഹായ്, നമസ്കാരം. ഞാൻ പ്രവീണ. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ്. ഇതിന് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ടാങ്കിൾഡ് ഹാർട്ട്. സ്വീഡിഷ് ഐവി എന്നും പില്ലോ പ്ലാന്റ് എന്നും വേറെ 2 പേര് കൂടി ഇതിനുണ്ട്. അപ്പോൾ ഈ ടാങ്കിൾഡ് ഹാർട്ടിൻ്റെ പ്രത്യേകതകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഏത് തുടക്കക്കാർക്കും ഇത് വളരെ ധൈര്യപൂർവ്വം നമുക്കൊരു പരീക്ഷിക്കാവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതൊരു സക്കുലൻ്റ് ക്രീപ്പറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് കണ്ടറിയാം, നല്ല വെള്ളം നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലകൾക്കൊക്കെ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തിളക്കമാണ് ഈ ചെടിയുടെ ഇലകൾക്ക്. പിന്നെ ഇവ നന്നായിട്ട് താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് ഒത്തിരി നീളത്തിൽ താഴേക്ക് വളരുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇങ്ങനെ താഴത്തേക്ക് ഒത്തിരി നീളത്തിൽ വളരുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ ഒത്തിരി PVC പൈപ്പൊക്കെ ഒത്തിരി നീളത്തിൽ മണ്ണിൽ നിറച്ചിട്ട് അതിൽ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും താഴേക്ക് വരുമ്പം ഒരു കർട്ടൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഭംഗിയുള്ള രീതിയിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ സാധാരണ ഹാങ്ങിങ് പോട്ട്സാണ്. അതിൽ നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു സക്കുലൻ്റ് ക്രീപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളിലും തണ്ടിലും ഒക്കെ ധാരാളം വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വാട്ടറിങ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആവശ്യത്തിന് മാത്രം, വളരെ ചെറിയ രീതിയിൽ മാത്രമേ വെള്ളം കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ചിലരൊക്കെ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ വെള്ളം കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾക്കിടെ പ്ലാന്റ് എവിടെയാണ് നിൽക്കുന്നത്, നമുക്കാണെങ്കിൽ സൂര്യപ്രകാശം എത്രത്തോളം കിട്ടുന്നുണ്ട്, അതിന് വെള്ളം ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിനൊരു 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം മതിയാവും സാധാരണഗതിയിൽ. എൻ്റെ പ്ലാന്റ് പക്ഷെ അത്യാവശ്യം കുറച്ച് വെയിലേറ് കിട്ടുന്ന ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ എനിക്ക് രാവിലത്തെ വെയിൽ മുഴുവനും കിട്ടുന്നുണ്ട്. ഡയറക്റ്റായിട്ട് കിട്ടില്ലെങ്കിലും അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡെയിലി നനയ്ക്കാറുണ്ട്. ഡെയിലി ചെറിയ രീതിയിൽ വെച്ച് കൊടുക്കും. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ തണ്ട് ചീഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ പോട്ടി മിക്സ് എങ്ങനത്തെയാണ്, അല്ലെങ്കിൽ വെള്ളം ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴായാലും ശ്രദ്ധിച്ച് വെള്ളമൊക്കെ വാർന്നു പോകുന്ന രീതിയിലുള്ള മിക്സ് തയ്യാറാക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ സൺലൈറ്റിൻ്റെ കാര്യവും ഈ പറഞ്ഞ രീതിയിൽ ഹാങ്ങിങ് പ്ലാന്റ്സിന് പൊതുവേ ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആയിരിക്കും. പക്ഷെ എന്നാലും അവർക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൺലൈറ്റ് അവർക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമാണ് ആ ഇലകൾക്കൊരു പ്രത്യേക തിളക്കവും കാര്യങ്ങളും അവിടെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഈ ചെടികളിൽ ഈ സൈഡിലേക്ക്, സൂര്യപ്രകാശമുള്ള സൈഡിലേക്ക് അവർ നന്നായിട്ട് വളർന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചട്ടിയുടെ മറുഭാഗത്തേക്ക് അത്രയ്ക്കും ഇറക്കത്തിൽ അവർ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ഇവരുടെ ഗ്രോത്ത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇവർക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം, എങ്ങനെയുള്ള സ്ഥലമാണ് ഇവർക്ക് കൂടുതൽ നന്നായിട്ട് യോജിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒത്തിരി വെയിലുള്ള സ്ഥലത്ത് ഒരിക്കലും കൊണ്ടിടരുത്. ഇലകളുടെ ഈ തിളക്കമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം മിതമായ രീതിയിൽ സൂര്യപ്രകാശം ആയിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, അത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് ഇവരെ വളർത്തിക്കൊണ്ട് പോകാം. പിന്നെ ഈ പറഞ്ഞ മാതിരിയിൽ വളരെ ചെറിയ പോട്ട്സിൽ വരെ ചിലർ ഹോളില്ലാത്ത ചെറിയ കുഞ്ഞി കപ്പുകളിൽ വരെ നട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോട്ടി മിക്സിൽ എങ്ങനെയുണ്ട്, നനവ് വേണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലായാലും നന്നായിട്ട് ധാരാളം വളർന്ന് വരുന്നത് കണ്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നൊരു ചെടിയാണ് ഈ ടാങ്കിൾഡ് ഹാർട്ട്. ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് കാണാമല്ലോ താഴത്തേക്ക് നീണ്ട് വളർന്ന് കിടക്കുന്നത്. അത് ഏത് നല്ല കരുത്തുള്ള ആരോഗ്യമുള്ള ഒരു തണ്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക, എന്നിട്ടത് മണ്ണിൽ കുത്തി കൊടുക്കുക. തണ്ടിൽ നിന്ന് മാത്രമല്ല, ഇതിൻ്റെ ഇലയിൽ നിന്നും നമുക്ക് പുതിയൊരു ചെടിയെ മുളപ്പിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ തണ്ടുകൾ ഒടിച്ച് നമ്മൾ കുത്തുമ്പം മണ്ണിലേക്ക് കുത്തുന്ന സമയത്ത് നമ്മൾ അടിഭാഗത്തെ ഇലകളൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഏത് ചെടിയും നടുക. കാരണം ഇലകൾ മണ്ണിലേക്ക് പോയി ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിഭാഗത്തുള്ള ഇലകളൊക്കെ കളയും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഇലകൾ കൂടി അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മണ്ണിൽ ആ നടുന്ന പോട്ടിൽ കുത്തി കൊടുത്താൽ അതും പുതിയൊരു ചെടിയായിട്ട് വരുന്നത് കാണാം. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്നും എടുത്ത് 2-3 തണ്ടൊടിച്ചിട്ട് എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതെന്നും അതെങ്ങനെ നമുക്ക് നടാമെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ വളർന്ന് കിടക്കുന്നതിന് ഞാനൊരു 3-4 തണ്ടൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ചട്ടി എടുത്ത് അതിൽ നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. ആദ്യം തന്നെ ഓടും കഷ്ണമോ കല്ലെന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ദ്വാരങ്ങൾ അടച്ചു കൊടുക്കുക. ഇനി നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, ഇതിൻ്റെ 3ൻ്റെയും കൂടിയും ഒരു മിക്സറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മണൽ ചേർക്കുന്നുള്ളവർക്ക് മണലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇല്ലയെന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല, അങ്ങനെ അധികം കളി കെട്ടാത്ത മണ്ണായാൽ മതി എന്ന് മാത്രം. അത് നമ്മൾക്കറിയാമല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്ന മണ്ണ് എങ്ങനത്തെയാണെന്ന് നോക്കിയിട്ട്. ഒത്തിരി കുഴഞ്ഞു പോകുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മണൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി പോട്ടി മിക്സൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഒടിച്ചു വെച്ചിരിക്കുന്ന തണ്ടുകൾ എടുത്തിട്ട് മണ്ണിലേക്ക് കുത്തി കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലകൾ അതിൽ നിന്ന് അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഇലകളും അതിലേക്ക് കുത്തി കൊടുക്കുക. നമ്മൾ ചട്ടിയിലേക്ക് ഇത് നിറച്ചതിന് ശേഷം 1-2 ദിവസത്തേക്ക് ശരിക്കും ഒരു തണലത്ത് മാത്രം ഇവയെ വെച്ച് കൊടുക്കുക, ഒരു 3-4 ദിവസം. അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചെങ്കിലും വെയിൽ ചെറിയ രീതിയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ചട്ടി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് വെക്കാൻ പാടുള്ളൂ. ആദ്യത്തെ ഒരു 3-4 ദിവസം തണലിൽ തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിന് ഫെർട്ടിലൈസേഴ്സായിട്ട് ചാണകം വെള്ളം കലക്കി നേർപ്പിച്ചതൊക്കെ നമുക്ക് വല്ലപ്പോഴും 2 മാസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊന്നും ഇതിനങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ടാങ്കിൾഡ് ഹേർട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.